ജൂനിയർ എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ കണ്ട സമയത്ത് പെട്ടെന്ന് നിങ്ങളുടെ മൈൻഡിലേക്ക് പോയിട്ടുണ്ടാവുക RRBയുടെ ജൂനിയർ എഞ്ചിനീയർ ആയിരിക്കും അല്ലേ? എന്നാൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RRBയുടെ ജൂനിയർ എഞ്ചിനീയർ അല്ല. ആദ്യമേ അത് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങട്ടെ. പക്ഷേ ഇതൊരു മികച്ച അവസരമാണ്. വീഡിയോ പൂർണ്ണമായിട്ടും കാണാം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ ഉള്ള ചില ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഈ KPESRB അഥവാ കേരള പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡിനെ കുറിച്ച് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. ഇത് കഴിഞ്ഞ വർഷം രൂപീകരിച്ചിട്ടുള്ള ഒരു ബോർഡാണ്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതിന് മുന്നേ നമുക്ക് കേന്ദ്രത്തിൻ്റെ അണ്ടറിൽ പബ്ലിക് സെക്ടർ കമ്പനികൾ കുറേ ഉണ്ടല്ലേ. PSU എന്ന് പറഞ്ഞ് നമ്മൾ പറയാറുള്ളത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ HAL ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ്, IOCL, അതേപോലെ ONGC, ഇതെല്ലാം PSUകളാണ് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലും കുറേ അധികം പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് കമ്പനീസുകളുണ്ട്. ടെൽക്ക്, അതേപോലെ തന്നെ കിൻഫ്ര എന്നൊക്കെ പറഞ്ഞ പല കമ്പനീസ് എന്ത് ചെയ്യുന്നുണ്ട്, കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ ഉണ്ട്. അപ്പോൾ അത്തരം കമ്പനികളിലേക്കുള്ള നിയമനങ്ങൾ ഇതുവരെ നടന്നുകൊണ്ടിരുന്നത് ആ കമ്പനികൾ എന്ത് ചെയ്യായിരുന്നു, നോട്ടിഫിക്കേഷൻ നടത്തുക, അതേപോലെ തന്നെ ഡയറക്റ്റ്ലി അവിടെ ആ കമ്പനി ത്രൂ ആയിരുന്നു റിക്രൂട്ട്മെൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ഒരു പുതിയ രീതി എന്ന് പറയുന്നത് ഗവൺമെൻറ് സ്ഥാപിച്ച പുതിയൊരു ബോർഡാണ് കേരള പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് അഥവാ KPESRB എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോർഡ് രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കുള്ള അവസരവും അതേപോലെ തന്നെ മെക്കാനിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കുള്ള അവസരമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏതെല്ലാം അവസരങ്ങളാണ് വന്നിരിക്കുന്നത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൽ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ നോക്കുകയാണെങ്കിൽ കാറ്റഗറി നമ്പർ 92/2025. ഇത് PSCയുടെ ആണെന്ന് വിചാരിക്കരുത് കേട്ടോ. PSCയുടെ നോട്ടിഫിക്കേഷൻ നമ്പറും ഏകദേശം ഇതേപോലെയൊക്കെ തന്നെയാണല്ലേ ഉള്ളത്. ഇത് PSCയുടേതല്ല, ഇത് ഈ KPESRB എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഓപ്പണിംഗ് ഡേറ്റ് ജൂൺ 27 സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ക്ലോസിംഗ് ഡേറ്റ് ഒക്കെ നോക്കുക, ജൂലൈ 27 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ളൂ. അപ്പോൾ ആ ഡേറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. നെയിം ഓഫ് ദ പോസ്റ്റ് എന്ന് പറയുന്നത്, നെയിം ഓഫ് ദ PSU ആണ് പറഞ്ഞിരിക്കുന്നത് ട്രാൻസ്ഫോമർ ആൻഡ് ഇലക്ട്രിക്കൽ കേരള ലിമിറ്റഡ് എന്ന് പറയുന്ന ടെൽക്ക് എന്ന് പറയുന്ന കമ്പനി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ടെൽക്കിനെ കുറിച്ച് ഇലക്ട്രിക്കലൊക്കെ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ ഇന്റേൺഷിപ്പിന് വേണ്ടി പോകുന്ന ഒരു സ്ഥലമാണ് ടെൽക്ക് എന്ന് പറയുന്ന കമ്പനി. അതേപോലെ തന്നെ ഈ വന്നിരിക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് ജൂനിയർ എഞ്ചിനീയർ ട്രെയിനി ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയുടെ ായിട്ട് ജൂനിയർ എഞ്ചിനീയർ എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്. 2 വേക്കൻസിയാണ്. ഇത് ടെമ്പററി പോസ്റ്റ് ഒന്നും അല്ല കേട്ടോ, ഇത് പെർമനൻ്റ് ആയിട്ടുള്ള പോസ്റ്റ് തന്നെയാണ്. ഇതിൻ്റെ പേ സ്കെയിൽ എന്ന് പറയുന്നത് 30,700 മുതൽ 77,400 വരെയാണ്. അപ്പോൾ ടെൽക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ട്രാൻസ്ഫോമറുകളൊക്കെ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ്. പ്യുവർ ഇലക്ട്രിക്കൽ ജോബ് എന്ന് പറയാവുന്ന രീതിയിൽ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർക്ക് വർക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും മികച്ച അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു കമ്പനി തന്നെയാണ് ടെൽക്ക് എന്ന് പറയുന്നത്. സോ ടെൽക്കിൽ ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ജൂനിയർ എഞ്ചിനീയർ ട്രെയിനി പോസ്റ്റിലേക്ക്, അതുകൂടാതെ ചില പോസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പം 2 വേക്കൻസിയാണ് ഇപ്പോൾ ഇതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കാറ്റഗറി നമ്പർ 92/2025. ഇതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ പൂർണ്ണമായിട്ടും കാണാം. അപ്പോൾ ഈ ഒരു വേക്കൻസിയാണ് ഇലക്ട്രിക്കൽ വന്നിട്ടുള്ളത് ആദ്യത്തേത്. ഇനി അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല അവസരമാണ്. ടെൽക്കിൽ തന്നെയാണ് വന്നിരിക്കുന്നത് എഞ്ചിനീയർ ട്രെയിനി എന്ന് പറഞ്ഞിട്ട്. ഇത് ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിനെക്കാട്ടിലും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പോസ്റ്റാണ്. എഞ്ചിനീയർ ട്രെയിനി എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ തന്നെ. ഇവിടെയും നമ്പർ ഓഫ് വേക്കൻസി നോക്കുകയാണെങ്കിൽ 7 വേക്കൻസി ഉണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടി എന്താണ്, കൂടുതൽ വേക്കൻസി വന്നിട്ടുള്ള ഒരു പോസ്റ്റ് ആണെന്ന് കാണാൻ സാധിക്കും. ഇതിൻ്റെ കാറ്റഗറി നമ്പർ 85/2025 ആണ്. 85/2025 ആണ്. ഇതിൻ്റെ പോസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ പെർമനൻ്റ് തന്നെയാണ്. ഇതിൽ പേ സ്കെയിൽ എന്ന് പറയുന്നത് 42,500 മുതൽ 97,000 വരെ. അതായത് നേരത്തെ കണ്ട ജൂനിയർ എഞ്ചിനീയർ ട്രെയിനിയേക്കാൾ ഉയർന്ന സാലറിയോട് കൂടി, ഉയർന്ന വേക്കൻസിയോട് കൂടി വരുന്ന ഒരു പോസ്റ്റാണ് ഈ ഒരു എഞ്ചിനീയർ ട്രെയിനി എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റ് 85/2025 എന്ന് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ അടുത്ത ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് അസിസ്റ്റന്റ് മാനേജർ ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റാണ്. അപ്പോൾ ഇത് വന്നിരിക്കുന്ന ടെൽക്കിലല്ല, കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ്. അപ്പോൾ ഇതൊക്കെ കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള PSUകളാണ് കേട്ടോ. കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള PSUകളാണ്. കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ്. അപ്പോൾ അതിൽ അസിസ്റ്റന്റ് മാനേജർ ഇലക്ട്രിക്കലാണ് വന്നിരിക്കുന്നത്. നമ്പർ ഓഫ് വേക്കൻസി 1 ആണ്. സാലറി വന്നിരിക്കുന്നത് 20,749 മുതൽ 36,140 വരെയാണ് ഇതിൻ്റെ സാലറി. പേ സ്കെയിൽ എന്ന് പറയുമ്പോൾ ഇത് ബേസിക് പേ ആണ്. ഇതിൽ DAയും അതേപോലെ തന്നെ മറ്റ് അലവൻസുകളൊക്കെ ആഡ് ചെയ്യാനുണ്ടാവും. തീർച്ചയായിട്ടും സാലറി ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 78/2025 ആണ്. ഈ PSCയുടെ കാറ്റഗറി നമ്പറൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫെമിലിയാരിറ്റി തോന്നുന്നുണ്ടാവില്ലേ നമ്മൾ PSC ആയിട്ട്. കാരണം ഇത് PSC പോലെ തന്നെ രൂപീകരിച്ചൊരു ബോഡിയാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ളതിനാണ് കേരള പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു പോസ്റ്റ് എന്ന് പറയുന്നത്
ഇത് ഇലക്ട്രിക്കലിൽ തന്നെ വന്നിട്ടുള്ള സീനിയർ എഞ്ചിനീയർ പോസ്റ്റാണ്. ഇത് ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽ ലിമിറ്റഡിലാണ് ഈ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്. ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽ ലിമിറ്റഡിൽ. അപ്പോൾ അതിൽ സീനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്കാണ് വന്നിരിക്കുന്നത്. സീനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്കാണെങ്കിലും എക്സ്പീരിയൻസിൻ്റെ ആവശ്യമൊന്നും അവർ മെൻഷൻ ചെയ്തിട്ടില്ല. ഇലക്ട്രിക്കൽ എക്സിക്യൂട്ടീവ് ട്രെയിനി ഇലക്ട്രിക്കൽ ആണ്. ഇതിൽ നമ്പർ ഓഫ് വേക്കൻസീസ് 2 ആണ് പറഞ്ഞിരിക്കുന്നത്. അഗെയിൻ പോസ്റ്റ് പെർമനൻ്റ് ആണ്. ഇത് കൂടാതെ ടെമ്പററി പോസ്റ്റിലേക്കും ഉണ്ട് കേട്ടോ. ഞാനത് ഈ ഒരു നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നമ്മൾ പെർമനൻ്റ് ആയിട്ടുള്ള പോസ്റ്റുകൾ മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഞാൻ പറഞ്ഞിട്ടുള്ളത്. ടെമ്പററി പോസ്റ്റുകളും ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതെങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതേപോലെ തന്നെ പേ സ്കെയിൽ എന്ന് പറയുന്നത് 45,800 മുതൽ 89,000 വരെ. അത് മികച്ചൊരു സാലറി തന്നെയാണ് ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽ ലിമിറ്റഡിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള PSUകളാണ് കേട്ടോ. നമ്മൾ കേൾക്കാത്ത ഒരുപാട് PSUകൾ കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. ഇനി മെക്കാനിക്കൽ എന്തൊക്കെ അവസരങ്ങൾ വരുന്നുണ്ടെന്നാണ് നോക്കാൻ പോകുന്നത്. മെക്കാനിക്കൽ കഴിഞ്ഞ് ഇപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഇലക്ട്രിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കുള്ള അവസരങ്ങളാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മെക്കാനിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കുള്ള അവസരങ്ങളാണ്. അപ്പോൾ കാറ്റഗറി നമ്പർ 91/2025. ഇതിൽ നെയിം ഓഫ് PSU പറഞ്ഞിരിക്കുന്നത് ടെൽക്കൻ ആണ്. അതായത് ട്രാൻസ്ഫോമർ ആൻഡ് ഇലക്ട്രിക്കൽ കേരള ലിമിറ്റഡ്. അപ്പോൾ ഇതിൽ ടെൽക്കിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ ഇലക്ട്രിക്കലിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയർ ട്രെയിനി മെക്കാനിക്കലും എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ നമ്പർ ഓഫ് വേക്കൻസി എന്ന് പറയുന്നത് 2 വേക്കൻസിയാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതേപോലെ തന്നെ പോസ്റ്റ് പെർമനൻ്റ് തന്നെയാണ്. സാലറി നോക്കുകയാണെങ്കിൽ 30,700 മുതൽ 77,400 വരെയാണ് ഇവിടുത്തെ സാലറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മെക്കാനിക്കൽ വരുന്ന അടുത്ത ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ടെൽക്കിൽ തന്നെ എഞ്ചിനീയർ ട്രെയിനി മെക്കാനിക്കൽ. നേരത്തെ ഇലക്ട്രിക്കൽ 7 വേക്കൻസി ഉണ്ടായിരുന്നു അല്ലേ. ഇവിടെ മെക്കാനിക്കലിൽ 3 വേക്കൻസിയാണ്. എഗെയിൻ പെർമനൻ്റ് തന്നെയാണ്. 42,500 മുതൽ 97,000 വരെയാണ് ഇതിൻ്റെ പേ സ്കെയിൽ എന്ന് പറയുന്നത്. അതേപോലെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 86/2025 ആണ്. അപ്പോൾ ഇത്രയും ഒഴിവുകളാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ, അതായത് കേരള സ്റ്റേറ്റ് പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ നോട്ടിഫിക്കേഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ മതി, KPESRB എന്ന് ടൈപ്പ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കേരള പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വേക്കൻസി ആൻഡ് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് കാണാൻ പറ്റും. അപ്പോൾ അതിൽ നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ള, അതായത് നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ള പോസ്റ്റുകളിലേക്കെല്ലാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആണ് അല്ലേ. അതായത് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു പുതിയ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ജോലി ലഭിക്കാനുള്ള അവസരമാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ഒരു പക്ഷേ ഡയറക്റ്റ്ലി കാണാത്ത ഒരുപാട് അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഈ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ എൻട്രി ആപ്പിൻ്റെ ഏറ്റവും വലിയ പർപ്പസിലൊന്നാണ്. അപ്പോൾ ഞങ്ങൾ ഇതുപോലുള്ള ഒരുപാട് പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ KPESRB എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ ഒരുപാട് വേക്കൻസികളും മലയാളികളായിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് ജോലി ലഭിക്കാൻ സാധ്യതയുള്ള ഒരു മികച്ച അവസരമായിട്ട് വരാൻ സാധ്യതയുണ്ട്. KPESRB തീർച്ചയായിട്ടും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസുകൾ ഇനി നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ ലഭിക്കുന്ന ഓരോ അവസരങ്ങളും നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഇപ്പോൾ പല ആളുകളും ചോദിക്കാറുണ്ട്, അവസരങ്ങൾ കിട്ടിയിട്ടില്ല, നമുക്ക് പഠിച്ച സമയത്ത് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ. അപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. അത് നേടിയെടുക്കാനുള്ള പരിശ്രമങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ ഈ ഒരു എക്സാമിനേഷനെ കുറിച്ച് കൂടുതൽ അറിയാൻ, KPESRB എക്സാമിനേഷനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ടും അത് എങ്ങനെ ക്രാക്ക് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഇലക്ട്രിക്കലും മെക്കാനിക്കലും കഴിഞ്ഞ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതൊരു മികച്ച അവസരമാണ്. ആർക്കും ഈ ഒരു അവസരം മിസ്സായി പോരുത്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 27/7 ജൂലൈ 27 വരെയാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് തന്നെ അപ്ലൈ ചെയ്യുക. ഡെഫിനറ്റ്ലി എലിജിബിൾ ആയിട്ടുള്ള എല്ലാ ആളുകൾക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.